അങ്ങനെ നമ്മുടെ അനി ആദർശ് വിളിക്കണ സമയത്ത് സെക്യൂരിറ്റിക്കാരനെ കൊണ്ട് നുണ പറയിപ്പിക്കുന്നുണ്ട്. അവനും നന്ദു മാത്രമല്ല ആ ഗസ്റ്റ് ഹൗസിൽ അവരുടെ ഫ്രണ്ട്സും വേറെ 5-6 ആൾക്കാരുണ്ട് എന്നൊക്കെ പറയിപ്പിക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ ആദർശ് അത് വിശ്വസിച്ചിട്ട് ഫോൺ കട്ടാക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് എന്തായാലും നമ്മുടെ അനി അവൻ്റെ ഫ്രണ്ടിനോട് പറയുന്നുണ്ട്, ഞാൻ ഇവളെ ഒന്നിക്കുന്നതിന് ഒരുപാട് തടസ്സങ്ങൾ, ഇപ്പം ഇതാ നവീന് ഇവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞു വന്നു, ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ എങ്ങനെ ഒന്നിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആദർശ് ദേവയാനിയോട് പറയുന്നുണ്ട്, നയന ഉറപ്പിച്ച് പറയുന്നുണ്ട് നന്ദുവിൻ്റെ മനസ്സിൽ വെറും അനി മാത്രമേ ഉള്ളൂ, അല്ലാതെ അവൾ വേറെ ആരെയും കല്യാണം കഴിക്കില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ദേവയാനി പറയുന്നുണ്ട്, എന്നാൽ അവളുടെ വീട്ടുകാരോടും ഇവിടെ ഉള്ളവരോടും നവീനെ അറിയിക്കട്ടെ, അല്ലാതെ എന്താ ഇപ്പം ചെയ്യാതിന് പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ ആദർശം എന്താ വേണ്ടത് നമുക്ക് ആലോചിക്കാം അമ്മയെന്ന് പറയുന്നുണ്ട്. എന്തായാലും പിന്നെ കാണിക്കണമെന്ന് കനക ഗോവിന്ദനോട് പറയുന്നുണ്ട്, നന്ദുവിന് ഏറ്റവും യോജിച്ചുള്ള ചെക്കനെയാണ് നമുക്ക് കിട്ടിയത്, ഇങ്ങനെ ഒരു ചെക്കനെ നമുക്കിനി ഒരിക്കലും കിട്ടാൻ പോകുന്നതില്ല, അവർ തമ്മിൽ എന്തായാലും നല്ല യോജിപ്പുണ്ട്, അവർ തമ്മിൽ എന്തായാലും നന്നായിട്ട് ചേർന്ന് പോയിക്കോളും എന്നൊക്കെ പറയുന്നുണ്ട്. അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു കാറിൻ്റെ ശബ്ദം. ഗോവിന്ദും കനകയും ആരാ പോയി നോക്കണ സമയത്ത് നമ്മുടെ നവീനും നന്ദുവാണ്. അവർ രണ്ടാളും കാറിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. നന്ദുവിൻ്റെ മനസ്സിലാണെങ്കിൽ വല്ലാതെ പേടി, അവൾ എവിടേക്ക് പോയി എന്ന് പറയാനറിയില്ല കനക കൊണ്ട്. എന്തായാലും നമ്മുടെ നവീനാണെങ്കിൽ വലിയ സന്തോഷത്തിൽ നന്ദുവിനെയും കൂട്ടിയിട്ട് ഇറങ്ങി വരുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.